ഹായ് ഫ്രണ്ട്സ്, എഡ്യൂത്രിസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ജീവകങ്ങളും അവയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളെയും പറ്റിയുള്ളതാണ്. ആദ്യമായി എന്താണ് ജീവകങ്ങൾ? നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായ ഒരു പോഷക ഘടകമാണ് ജീവകങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻസ്. ഇവ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് നമുക്ക് ആവശ്യം. എന്നാൽ ഇവയില്ലാതെ ശരീരത്തിലെ ഒരു പ്രവർത്തനങ്ങളും സാധ്യമാവുകയുമില്ല. ഊർജോൽപാദനമില്ലാതെ ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായതും എന്നാൽ വളരെ ചെറിയ അളവിൽ മാത്രം ആവശ്യമുള്ളതുമായ പോഷക ഘടകങ്ങളാണ് ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസ്. ഇവയ്ക്ക് വൈറ്റമിൻസ് എന്ന പേര് നൽകിയത് 1912 പോളിഷ് ശാസ്ത്രജ്ഞനായ കാസിമർ ഫങ്ക് ആണ്. എന്നാൽ ഇവ ആദ്യമായി കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ഹോഫ്കിൻ എന്ന ശാസ്ത്രജ്ഞനാണ്. പേര് നൽകിയത് കാസിമർ ഫങ്ക്, കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ഹോഫ്കിൻ ആണ്. ഇനി ഇവ കാർബൺ സംയുക്തങ്ങളാണ്, അല്ലെങ്കിൽ ഓർഗാനിക് സംയുക്തങ്ങളെന്നും നമുക്ക് ഇവയെ പറയാം. അതായത് കാർബൺ അടങ്ങിയ സംയുക്തങ്ങളെയാണ് നാം ഓർഗാനിക് സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. ജീവകങ്ങളെ മറ്റൊരു രീതിയിൽ കോഎൻസൈംസ് എന്നും പറയാറുണ്ട്. അതിന് കാരണം ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന എൻസൈംസ് അഥവാ രാസാഗ്നികളെ സഹായിക്കുന്നത് കൊണ്ടാണ് ഇവയെ കോഎൻസൈംസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കാം. ജീവകങ്ങൾ എന്നാൽ ഊർജോൽപാദനമില്ലാതെ ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായതും എന്നാൽ വളരെ ചെറിയ അളവിൽ മാത്രം ആവശ്യമുള്ളതുമായ പോഷക ഘടകങ്ങളാണ് ജീവകങ്ങൾ. ഇവയ്ക്ക് പേര് നൽകിയത് കാസിമർ ഫങ്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. എന്നാൽ ഇവ കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ഹോഫ്കിൻസ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഇവ ഓർഗാനിക് സംയുക്തങ്ങളാണ് അഥവാ കാർബൺ സംയുക്തങ്ങളാണ്. ഇവയെ കോഎൻസൈംസ് എന്നും പറയപ്പെടുന്നു. ക്ലാസ് ഇവിടെ കഴിയുന്നില്ല. നിങ്ങൾക്ക് പ്രയോജനമാവുന്ന ചില കാര്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ട് വീണ്ടും നമുക്ക് ടോപ്പിക്കിലേക്ക് തിരികെ വരാം. നിങ്ങൾ കേരള PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമി ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. KS എക്സാമിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ കാറ്റഗറി ക്ലാസ്സസ് അൺഅക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ കംപ്ലീറ്റ് സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ്, എഡ്യൂക്കേറ്റേഴ്സുമായി ലൈവ് ഇൻ്ററാക്ഷൻ, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് എല്ലാം അഫോർഡബിൾ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വരുന്ന 10th ലെവൽ പ്രിലിംസ് എക്സാം എഴുതുന്നവർക്കായി അൺഅക്കാഡമി ഒരുക്കുന്ന ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഏപ്രിൽ 3, 10, 17, 24 തീയതികളിൽ രാത്രി 8 മണിക്ക് തികച്ചും സൗജന്യമായി പങ്കെടുക്കാവുന്നതാണ്. ഇതിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നവർക്ക്, ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് ആകർഷണീയമായ സമ്മാനങ്ങളും അൺഅക്കാഡമിയിലൂടെ ലഭിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു പോകാം. ജീവകങ്ങളെ അവ എന്തിൽ ലയിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായി തരംതിരിക്കാം. കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നും വെള്ളത്തിൽ ലയിക്കുന്നവ എന്നും. അതായത് ആകെ 13 ജീവകങ്ങളാണ് ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 4 എണ്ണം കൊഴുപ്പിൽ ലയിക്കുന്നവയും ബാക്കി 9 എണ്ണം വെള്ളത്തിൽ ലയിക്കുന്നവയുമാണ്. അപ്പോൾ ജീവകങ്ങളെ രണ്ടായി തരംതിരിക്കാം. കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നും വെള്ളത്തിൽ ലയിക്കുന്നവ എന്നും. ആദ്യം നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് 4 എണ്ണമാണുള്ളത്. ജീവകം A, ജീവകം D, ജീവകം E, ജീവകം K. ജീവകം A എന്നാൽ റെറ്റിനോൾ, ജീവകം D കാൽസിഫെറോൾ, ജീവകം E ടോക്കോഫിറോൾ, ജീവകം K ഫിലോക്വിനോൺ. ഇത്രയുമാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ. ഇവയെ നമുക്ക് ADEK എന്ന് ഓർത്തിരിക്കാം. അഡേക്ക് എന്ന് ഓർത്തിരിക്കാം. അടുത്തത് വെള്ളത്തിൽ ലയിക്കുന്നവ അഥവാ വാട്ടർ സോലുബിൾ വൈറ്റമിൻസ്. വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് 2 കാറ്റഗറിയിലാണ് വരുന്നത്. വൈറ്റമിൻ B കോംപ്ലക്സ് എന്നും വൈറ്റമിൻ C എന്നും. വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് എന്നാണ്. എന്നാൽ വൈറ്റമിൻ B കോംപ്ലക്സിനകത്ത്
വൈറ്റമിൻസ് ആണുള്ളത്. അവയെല്ലാം കൂടി ചേർത്തിട്ടാണ് ബി കോംപ്ലക്സ് എന്ന ഒരു ഗ്രൂപ്പ് പറയുന്നത്. അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്നവ വൈറ്റമിൻ ബി കോംപ്ലക്സ് ആൻഡ് വൈറ്റമിൻ സി. ഇനി വെള്ളത്തിൽ ലയിക്കുന്നവയിൽ വൈറ്റമിൻ ബി കോംപ്ലക്സിൽ ഏതെല്ലാമാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യമായി B1ൻ്റെ കെമിക്കൽ നെയിം തൈമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയനോകൊബാലമീൻ. ഒന്നുകൂടി നോക്കാം. B1 തൈമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ് ആൻഡ് B12 സയനോകൊബാലമീൻ. അടുത്തതായി നമുക്ക് ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ജീവകം എ. ജീവകം എ കെമിക്കലി അറിയപ്പെടുന്നത് റെറ്റിനോൾ എന്നാണ്. അതായത് ജീവകം എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ്. ഇനി കണ്ണിൻ്റെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമായ ജീവകമാണ് ജീവകം എ. റെറ്റിനോൾ, ജീവകം എ റെറ്റിനോൾ കണ്ണിന് അത്യാവശ്യമായതാണ്. അതായത് കണ്ണിൻ്റെ ഒരു ഭാഗമാണ് റെറ്റിന. അതുവഴി നമുക്ക് റെറ്റിനോളാണ് കണ്ണിൻ്റെ പ്രവർത്തനത്തിന് അത്യാവശ്യമായത്. റെറ്റിനോളിൻ്റെ മറ്റൊരു പേരാണ് ജീവകം എ എന്ന് ഓർത്തിരിക്കുക. ഇനി എവിടെ നിന്നൊക്കെയാണ് ജീവകം എ ലഭിക്കുന്നത്? പച്ചക്കറികൾ, പാൽ, മുട്ടയുടെ മഞ്ഞ, കരൾ, ക്യാരറ്റ്, മീനെണ്ണ, വെണ്ണ തുടങ്ങിയവയിലെല്ലാം ജീവകം എ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. കരളിൽ സംഭരിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? അതല്ലെങ്കിൽ കരളിൽ സംഭരിക്കപ്പെടുന്ന ജീവകം എ എന്ന് പറയാം. ഇനി പ്രകൃതിയാൽ ലഭിക്കുന്ന ജീവകം എന്നും ജീവകം എ അറിയപ്പെടുന്നു. അപ്പോൾ കരളിൽ സംഭരിക്കപ്പെടുന്ന ജീവകം, പ്രകൃതിയാൽ ലഭിക്കുന്ന ജീവകം, ഇത് രണ്ടും ജീവകം എ ആണ്. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞു കുട്ടികളിൽ തന്നെ നൽകപ്പെടുന്ന ജീവകം എ ആണ്. ചെറിയ പ്രായത്തിൽ തന്നെ ഡ്രോപ്സ് ആയിട്ട് നൽകുന്ന ജീവകമാണ് ജീവകം എ. പ്രതിരോധ കുത്തിവയ്പ്പ് വാക്സിനേഷനൊപ്പം, കുഞ്ഞു കുട്ടികളിൽ വാക്സിനേഷനൊപ്പം കൊടുക്കുന്ന ഡ്രോപ്സ് ആയിട്ട് കൊടുക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ എ. ഇനി വർണ്ണവസ്തുവായ കരോട്ടീൻ. ക്യാരറ്റിനൊക്കെ നിറം നൽകുന്ന കരോട്ടീൻ എന്ന വർണ്ണവസ്തുവിനെ നമ്മൾ പ്രോ വൈറ്റമിൻ എ എന്ന് പറയുന്നു. കാരണം വൈറ്റമിൻ എ കരോട്ടീനിൽ നിന്ന് രൂപപ്പെടുന്നു. അതുകൊണ്ടാണ് അതിനെ പ്രോ വൈറ്റമിൻ എ എന്ന് പറയപ്പെടുന്നത്. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തത, സിറോഫ്താൽമിയ. നിശാന്തതയെ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നും മാലക്കണ്ണ് എന്നും പറയുന്നു. മറ്റൊരു രോഗം സിറോഫ്താൽമിയ, ഡ്രൈനസ് ഓഫ് ഐ എന്ന് സിറോഫ്താൽമിയ അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയുമാണ് ജീവകം എ. ജീവകം എ കെമിക്കലി അറിയപ്പെടുന്നത് റെറ്റിനോൾ എന്നാണ്. കണ്ണിൻ്റെ പ്രവർത്തനത്തിന് അത്യാവശ്യമായ ജീവകമാണ് ജീവകം എ. പ്രകൃതിയാൽ ലഭിക്കുന്ന ജീവകമെന്നും കരളിൽ സംഭരിക്കപ്പെടുന്ന ജീവകമെന്നും ജീവകം എ അറിയപ്പെടുന്നു. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം നൽകുന്ന ജീവകമാണ് ജീവകം എ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് കരോട്ടീൻ. പിന്നെ അപര്യാപ്തത രോഗങ്ങൾ നിശാന്തത, സിറോഫ്താൽമിയ. ജീവകം എ പ്രധാനമായും ലഭിക്കുന്നത് പച്ചക്കറികൾ, പാൽ, മുട്ടയുടെ മഞ്ഞ, കരൾ, ക്യാരറ്റ്, മീനെണ്ണ, വെണ്ണ തുടങ്ങിയവയിലെല്ലാം ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ ആണ്. അടുത്തതായി ജീവകം ഡി. ജീവകം ഡിയെ കെമിക്കലി പറയുന്നത് കാൽസിഫെറോൾ എന്നാണ്. ജീവകം ഡിയുടെ രാസനാമം കാൽസിഫെറോൾ. ഇനി ഏറ്റവും അധികം ജീവകം ഡി ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ജീവകം ഡിയെ സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകം ഡി. സൺഷൈൻ വൈറ്റമിൻ ഡി. കാൽഷ്യം, പൊട്ടാസ്യം തുടങ്ങിയവയുടെ ആഗീരണത്തിന്, അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ആൻഡ് പൊട്ടാസ്യം ശരീരത്തിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഡി. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ഡി. സസ്യത്തിൽ നിന്നും ലഭിക്കാത്ത ജീവകം, അതായത് സസ്യജന്യ വസ്തുക്കൾ, ഫ്രൂട്ട്സ്, ലീവ്സോ അങ്ങനെയൊന്നും, പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും ഒന്നും ലഭിക്കില്ല എന്നുള്ള അങ്ങനെയുള്ള ജീവകമാണ് ജീവകം ഡി. ഇനി ജീവകം ഡിയെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും പറയപ്പെടുന്നു. കാരണം എർഗോസ്റ്റീറോൾ എന്ന് പറയുന്ന സ്റ്റീറോയിഡ്സിൽ നിന്നുമാണ് ജീവകം ഡി രൂപപ്പെടുന്നത്. സൂര്യപ്രകാശം മൂലം എർഗോസ്റ്റീറോൾ സ്റ്റീറോയിഡ്
വൈറ്റമിനായ കാൽസിഫെറോളായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജീവകം ഡിയെ സ്റ്റീറോയിഡ് വൈറ്റമിൻ എന്നും പറയപ്പെടുന്നു. ഇനി ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്ന രോഗം. റിക്കറ്റ്സ്, കണ, ഇത് രണ്ടും ഒരേ രോഗമാണ്. അത് കുഞ്ഞു കുട്ടികളിലാണ് അഭാവം ഉണ്ടാവുന്നതെങ്കിൽ കണരോഗം എന്ന് പറയപ്പെടുന്നു. ഇനി മുതിർന്ന ഒരാളിലാണ് ജീവകം ഡിയുടെ അഭാവം ഉണ്ടാവുന്നതെങ്കിൽ അവർക്കുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ കാണപ്പെടുന്ന രോഗം കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. മുതിർന്നവരിൽ ജീവകം ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോമലേഷ്യ. ഒന്നുകൂടെ നോക്കാം. ജീവകം ഡി കാൽസിഫെറോൾ എന്ന് അറിയപ്പെടുന്നു. സ്രോതസ് സൂര്യപ്രകാശം. സൺഷൈൻ വൈറ്റമിൻ എന്നും സ്റ്റീറോയിഡ് വൈറ്റമിൻ എന്നും പറയുന്നത് ജീവകം ഡിയെയാണ്. കാൽഷ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ആഗിരണത്തിന് സഹായിക്കുന്ന ജീവകം ഡി. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ഡി. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. മുതിർന്നവരിൽ ഉണ്ടാകുന്ന ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് ഓസ്റ്റിയോമലേഷ്യ. ഇത്രയുമാണ് ജീവകം ഡിയുടെ പ്രധാന പോയിന്റ്സ്. അടുത്തതായി ജീവകം ഇ. ജീവകം ഇയെ കെമിക്കലി പറയുന്നത് ടോക്കോഫിറോൾ എന്നാണ്. ജീവകം ഇയുടെ രാസനാമം ടോക്കോഫിറോൾ എന്നാണ്. പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ജീവകം ഇ. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ, ബ്യൂട്ടി വൈറ്റമിൻ എന്നൊക്കെ പറയപ്പെടുന്നത് ജീവകം ഇ ആണ്. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ, ബ്യൂട്ടി വൈറ്റമിൻ ജീവകം ഇയുടെ മറ്റു പേരുകളാണ്. കരൾ, മാംസം, മുട്ടയുടെ മഞ്ഞ, പാൽ, ധാന്യങ്ങൾ എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം ഇ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുട്ടയുടെ മഞ്ഞ. മുട്ടയുടെ മഞ്ഞയിൽ ഏറ്റവും അധികം അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. അടുത്തത് സസ്യ എണ്ണയിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ജീവകം ഇ ആണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഇ ആണ്. ജീവകം ഇയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി. പ്രത്യുൽപാദനം ഇല്ലാതിരിക്കുന്ന അവസ്ഥ. ജീവകം ഇയുടെ അഭാവത്താൽ ഉണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. അപ്പോൾ ജീവകം ഇയുടെ കെമിക്കലി അറിയപ്പെടുന്ന പേരാണ് ടോക്കോഫിറോൾ. പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ജീവകം ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ, ബ്യൂട്ടി വൈറ്റമിൻ, ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം, സസ്യ എണ്ണയിൽ നിന്നും ലഭിക്കുന്ന ജീവകം എന്നൊക്കെ ജീവകം ഇ അറിയപ്പെടുന്നു. ഏതിൽ നിന്നൊക്കെ ലഭിക്കുന്നു? കരൾ, മാംസം, മുട്ടയുടെ മഞ്ഞ, പാൽ, ധാന്യങ്ങൾ എന്നിവയിൽ നിന്നും ധാരാളം ലഭിക്കുന്നതാണ് ജീവകം ഇ. ജീവകം ഇയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി. അവസാനത്തെ ജീവകം, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിൽ അവസാനത്തേത് ജീവകം കെ. ജീവകം കെ കെമിക്കലി അറിയപ്പെടുന്നത് ഫില്ലോക്വിനോൺ എന്നാണ്. രാസപരമായി ജീവകം കെയെ പറയുന്ന പേരാണ് ഫില്ലോക്വിനോൺ. ജീവകം കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ്. അപ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. അതുകൊണ്ട് തന്നെ ജീവകം കെയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ. ചെറുകുടലിലെ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന ജീവകം കെ. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ കെ. ചീര, കാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ ഇലക്കറികളിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ് ജീവകം കെ. ജീവകം കെയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ അല്ലെങ്കിൽ ക്രിസ്മസ് ഡിസീസ് എന്നും പറയുന്നു. അപ്പോൾ ജീവകം കെ ഫിലോക്വിനോൺ എന്നാണ് കെമിക്കലി അറിയപ്പെടുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ. ചെറുകുടലിലെ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന ജീവകം കെ. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ജീവകം കെ. ചീര, കാബേജ്, കോളിഫ്ലവർ തുടങ്ങിയവയിലെല്ലാം ധാരാളം അടങ്ങിയിരിക്കുന്നത് ജീവകം കെ. ജീവകം കെയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ അല്ലെങ്കിൽ ക്രിസ്മസ് ഡിസീസ്. അപ്പോൾ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എ, ഡി, ഇ, കെ നാം വിശദമായിട്ട് തന്നെ നോക്കി. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസിനെ പറ്റി പഠിക്കാം. നന്ദി.